Codes of ethics. The codes of ethics exhibit rights, duties and obligations of the members of a profession and a professional society. അതായത് കോഡ്സ് ഓഫ് എത്തിക്സ് എക്സിബിറ്റ് ചെയ്യുക, അതായത് പ്രദർശിപ്പിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോഡ്സ് ഓഫ് എത്തിക്സ് കൊണ്ട് നമുക്ക് എന്തൊക്കെ മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് ഒബ്ലിഗേഷൻസ്. അതായത് നമ്മുടെ റൈറ്റ്സ്, ഡ്യൂട്ടീസ്, ഒബ്ലിഗേഷൻസ് മീൻസ് നമ്മുടെ ബാധ്യതകൾ. അതായത് ആസ് എ സ്റ്റുഡൻറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ബാധ്യത എന്താ, പഠിക്കാൻ ബാധ്യസ്ഥരാണ്. അതേപോലെ പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഓരോന്നിനും നമ്മൾ ബാധ്യസ്ഥരായിരിക്കും. സോ ഈ കോഡ്സ് ഓഫ് എത്തിക്സ് എക്സിബിറ്റ് ചെയ്യുന്നത് റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് ഒബ്ലിഗേഷൻ ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് എ പ്രൊഫഷൻ ആൻഡ് പ്രൊഫഷണൽ സൊസൈറ്റി. ഇതൊക്കെയാണ്. ഇനി ദ കോഡ്സ് എക്സിബിറ്റ് ദ ഫോളോയിങ് എസെൻഷ്യൽ റൂൾസ്. എന്തൊക്കെ റൂൾസുകളാണ് കോഡ്സ് ഓഫ് എത്തിക്സ് എക്സിബിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ ഇൻസ്പിറേഷൻ ആൻഡ് ഗൈഡൻസ്. ആ നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഒരുപാട് ഇൻസ്പിറേഷനും അതുപോലെ തന്നെ ഗൈഡൻസും ഈ കോഡ്സ് ഓഫ് എത്തിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദ കോഡ്സ് എക്സ്പ്രസ് ദ കളക്റ്റീവ് കമ്മിറ്റ്മെൻറ്റ് ഓഫ് ദി പ്രൊഫഷൻ ടു എത്തിക്കൽ കണ്ടക്ട് ആൻഡ് പബ്ലിക് ഗുഡ് ആൻഡ് ദസ് ഇൻസ്പയർ ദി ഇൻഡിവിജ്വൽ. അതായത് നമുക്ക് കളക്റ്റീവ് കമ്മിറ്റ്മെൻറ്റ്, അതായത് ഒരു പ്രൊഫഷനോടുള്ള പബ്ലിക് ഗുഡിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എത്തിക്കൽ കണ്ടക്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് കളക്റ്റീവായിട്ടുള്ള ആ കമ്മിറ്റ്മെൻറ്റ് കളക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അതിലൂടെ നമുക്ക് ഒരുപാട് ആസ് എൻ ഇൻഡിവിജ്വൽ എന്ന രീതിയിൽ നമുക്ക് ഇൻസ്പയർഡ് ആവാനായിട്ടും ഈ കോഡ്സ് ഓഫ് എത്തിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അതുപോലെ തന്നെ ദേ ഐഡൻറ്റിഫൈ പ്രൈമറി റെസ്പോൺസിബിലിറ്റി. നമ്മുടെ എന്തൊക്കെയാണ് നമ്മുടെ പ്രൈമറി ആ ജോബിലുള്ള നമ്മുടെ പ്രൈമറി റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നമുക്ക് പ്രൊഫഷണൽസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ സൊസൈറ്റി ആയിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ടുള്ള ഗൈഡ് ലൈൻസും നമുക്ക് ഈ കോഡ്സ് ഓഫ് എത്തിക്സ് തരുന്നുണ്ട്. അതാണ് ഫസ്റ്റ് വൺ, ഇൻസ്പിറേഷൻ ആൻഡ് ഗൈഡൻസ്. സെക്കൻഡ് വൺ, സപ്പോർട്ട് ടു എഞ്ചിനീയേഴ്സ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും മോറൽ ഇഷ്യൂസിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള സ്റ്റാൻഡ് എടുക്കാനായിട്ട് ഈ മോറൽ ഇഷ്യൂസ് നമുക്ക് പോസിറ്റീവ്ലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ലീഗൽ സൈഡിലേക്ക് പോയാലും നമുക്ക് ഈ കോഡ്സ് ഓഫ് എത്തിക്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന്. ദ കോഡ്സ് ഗീവ് പോസിറ്റീവ് സപ്പോർട്ട് ടു പ്രൊഫഷണൽസ് ഫോർ ടേക്കിംഗ് സ്റ്റാൻഡ്സ് ഓൺ മോറൽ ഇഷ്യൂസ്. ഫർദർ ദേ സെർവ് ആസ് പൊട്ടൻഷ്യൽ ലീഗൽ സപ്പോർട്ട് ടു ഡിസ്ചാർജ് പ്രൊഫഷണൽ ഒബ്ലിഗേഷൻ ഡിസ്ചാർജ് ചെയ്യാനായിട്ടുള്ള ലീഗൽ സപ്പോർട്ടും നമുക്ക് കോഡ്സ് ഓഫ് എത്തിക്സ് തരുന്നുണ്ട്. തേർഡ് വൺ, ഡിറ്ററൻസ് ആൻഡ് ഡിസിപ്ലിൻ. അത് ഡിറ്ററൻസ് മീൻസ് ഡിസ്കറേജ് ടു ആക്ട് ഇമ്മോറലി, ഡിസിപ്ലിൻസ് മീൻസ് റെഗുലേറ്റ് ആക്ട് മോറലി. അതായത് നമ്മൾ മോറലി ആക്ട് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഇമ്മോറലി ആക്ട് ചെയ്യാതിരിക്കാനായിട്ടും നമുക്ക് കോഡ്സ് ഓഫ് എത്തിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇമ്മോറലി നമ്മൾ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ നമ്മുടെ റെസ്പെക്റ്റ് ലോസ് ചെയ്യാനുള്ള രീതിയിൽ നമുക്ക് ഈ കോഡ്സ് ഓഫ് എത്തിക്സിൽ നിന്ന് നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ കോഡ്സ് ഓഫ് എത്തിക്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. മറ്റ് ആരെങ്കിലും നമ്മളിപ്പോൾ അനാവശ്യമായിട്ട് അൺഎത്തിക്കലായിട്ട് നമ്മളെ സസ്പെൻഡ് ചെയ്താൽ അത് അൺഎത്തിക്കലാണെന്ന് പ്രൂവൻ ചെയ്യാനായിട്ട് ഈ കോഡ്സ് ഓഫ് എത്തിക്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ദെൻ ഫോർത്ത് വൺ, എഡ്യൂക്കേഷൻ ആൻഡ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. അതായത് നമ്മൾ ഇപ്പോൾ മോറൽ എഡ്യൂക്കേഷൻ പർപ്പസസിന് വേണ്ടിയിട്ട് മോറൽ ഡിസ്കഷൻ നടത്താനായാലും അല്ലെങ്കിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിനായിട്ടായാലും ഈ കോഡ്സ് ഓഫ് എത്തിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കോഡ്സ് ആർ യൂസ്ഡ് ടു പ്രോംപ്റ്റ് ഡിസ്കഷൻ ആൻഡ് റിഫ്ലക്ഷൻ ഓൺ മോറൽ ഇഷ്യൂസ്. They develop a shared understanding by the professionals, public and the government on the moral responsibilities of the engineers. The board of review of the professional societies encourage moral discussion for educational purposes. Fifth one, create good public image. അതായത് പബ്ലിക്കിൽ വേണ്ടിയിട്ട് നമുക്ക് ഗുഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മൾ പബ്ലിക്കിൽ ബിഹേവ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഈ കോഡ്സ് ഓഫ് എത്തിക്സ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. The codes present positive image of the committed professions to the public, help the engineers to serve the public effectively. They promote more of self-regulations and lessen the government regulations. This is bound to raise the reputation of the profession and the organization in establishing the trust of the public. Fifth one, protect the status quo. അതായത് എന്തെങ്കിലും പബ്ലിക് ഇഷ്യൂസസ് അല്ലെങ്കിൽ അതേപോലെ തന്നെ സൊസൈറ്റി ഇഷ്യൂസസ്, സ്റ്റാറ്റസ് കോ മീൻസ് പബ്ലിക് ഇഷ്യൂസസ് ഓർ സ്റ്റാറ്റസ് ഇഷ്യൂസിനെയാണ് പറയുന്നത്. അതിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, അത്തരം ഇഷ്യൂകളിൽ നിന്ന് നമ്മുടെ സൊസൈറ്റീനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഈ കോഡ്സ് ഓഫ് എത്തിക്സ് യൂസ്ഫുൾ ആവുന്നുണ്ട്. ദേ ക്രിയേറ്റ് മിനിമം ലെവൽ ഓഫ് എത്തിക്കൽ കോണ്ടക്ട് ആൻഡ് പ്രൊമോട്ട് എഗ്രിമെൻറ്റ് വിത്തിൻ ദ പ്രൊഫഷൻ. Primary obligation, namely the safety, health and welfare of the public declared by the codes, serve and protect the public. ലാസ്റ്റ് വണ് പ്രൊമോട്ട് ബിസിനസ് ഇൻട്രസ്റ്റ്. ഇപ്പോൾ നമുക്ക് ബിസിനസ് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യാനായിട്ട്
ഈ എത്തിക്കൽ കോഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദ കോഡ്സ് ഓഫർ ഇൻസ്പിറേഷൻ ടു ദ entrepreneurs, establish shared standards, healthy competitions, and maximize profit to investors, employees, and consumers. നമുക്ക് പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമല്ല, അതായത് എല്ലാ കാര്യത്തിനുമുള്ള റെമഡീസ് അല്ലെങ്കിൽ സൊല്യൂഷനായിട്ട് നമുക്ക് ഈ കോഡ്സ് ഓഫ് എത്തിക്സിനെ പറയാൻ പറ്റില്ല. ബിക്കോസ് അതിലും ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ദ കോഡ്സ് ആർ നോട്ട് റെമഡി ഫോർ ഓൾ ഇവിൾസ്, ദേ ഹാവ് മെനി ലിമിറ്റേഷൻസ്. ആ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ ആൻഡ് വേഗ്യൂ വേർഡിങ്, അതായത് ജനറലായിട്ടാണ് ഈ കോഡ്സ് ഓഫ് എത്തിക്സ് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്തിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ഈ കോഡ്സ് ഓഫ് എത്തിക്സ് കൊണ്ട് പറ്റത്തില്ല. മെനി സ്റ്റേറ്റ്സ്മെൻറ്റ്സ് ആർ ജനറൽ ഇൻ നേച്ചർ, അതായത് എല്ലാ സ്റ്റേറ്റ്സ്മെൻ്റ് അല്ല, മെനി സ്റ്റേറ്റ്സ്മെൻറ്റ്സ് ആർ ജനറൽ ഇൻ നേച്ചർ ആൻഡ് ഹെൻസ് അണബിൾ ടു സോൾവ് ഓൾ പ്രോബ്ലംസ്. സെക്കൻഡ് വൺ, നോട്ട് ആപ്ലിക്കബിൾ ടു ഓൾ സിറ്റുവേഷൻ. എല്ലാ സിറ്റുവേഷൻസിലും നമുക്ക് ഈ കോഡ്സ് ഓഫ് എത്തിക്സ് യൂസ്ഫുൾ ആവില്ല. കോഡ്സ് ആർ നോട്ട് സെക്രറ്റ് ആൻഡ് need not be accepted without criticisms. Tolerance for criticisms of the codes themselves should be allowed. അതായത് ക്രിറ്റിസിസത്തിൻ്റെ ടോളറൻസ് നമുക്ക് അലൗഡ് ആണ്. ദെൻ തേർഡ് വൺ, ഓഫൺ ഹാവ് ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സ്. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ സ്റ്റേറ്റ്സ്മെൻറ്റും ജനറലായിട്ട്, അതായത് കുറേ സ്റ്റേറ്റ്സ്മെൻറ്റ് ജനറലായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ചില സ്റ്റേറ്റ്സ്മെൻറ്റ് ജനറൽ അല്ലാതെ സ്പെസിഫൈ ചെയ്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സ്പെസിഫൈ ചെയ്യുമ്പോൾ എന്തുണ്ടാവുന്നുണ്ട്, അത് വേറൊരു, അതായത് കോൺഫ്ലിക്ട്സിലോട്ട് ലീഡ് ചെയ്യുന്നുണ്ട്. അതിനൊരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മെനി ടൈംസ് ദ പ്രോപ്പർട്ടീസ് ആർ ക്ലിയർലി സ്പെൽഡ് ഔട്ട്. അതായത് നമുക്ക് പെട്ടെന്ന് അവർ കൊടുത്തിരിക്കുന്ന രീതിയിലായിരിക്കില്ല നമ്മൾ വായിച്ചിട്ട് മനസ്സിലാക്കുന്നത്. അതാണ് സ്പെൽഡ് ഔട്ട് ചെയ്യുന്നത്. എക്സാമ്പിൾ, കോഡ്സ് ഫോർബിഡ് പബ്ലിക് റിമാർക്സ് ക്രിട്ടിക്കൽ ഓഫ് കൊളീഗ്സ് ബട്ട് ദേ ആക്ച്വലി ഡിസ്കവേർഡ് എ മേജർ bribery which might have caused a huge loss to the exchequer. Fourth one, they cannot be treated as final moral authority for professional conduct. അതായത് ഈ കോഡ്സ് ഓഫ് എത്തിക്സ് അല്ല നമുക്ക് ഫൈനൽ ആയിട്ടുള്ളൊരു അതോറിറ്റി ആയിട്ട്, അല്ലെങ്കിൽ ഇതൊരു ലോ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. അതായത് കോഡ്സ് ഹാവ് ഫ്ലോസ് ബൈ കമ്മീഷൻ ആൻഡ് ഒമിഷൻസ്. ദർ ആർ സ്റ്റിൽ സം ഗ്രേ ഏരിയാസ് അൺഡിഫൈൻഡ് ബൈ കോഡ്സ്. പല ഏരിയാസും ഇപ്പോഴും അൺഡിഫൈൻഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ദേ കനോട്ട് ബി ഇക്വേറ്റഡ് ടു ലോസ്. അതൊരു ലോകളായിട്ട് അല്ലെങ്കിൽ നിയമമായിട്ട് നമുക്കിതിനെ ഇക്വേറ്റ് ചെയ്യാൻ സാധിക്കില്ല. കോഡ്സ് ഓഫ് എത്തിക്സ് ഒരിക്കലും ലോ ആയിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇതൊരു ഫൈനൽ അതോറിറ്റി ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു ഫൈനൽ സൊല്യൂഷനായിട്ട് നമുക്കിതിനെ ചെയ്യാൻ പറ്റത്തില്ല. അത് മാത്രമല്ല ഒരുപാട് ലൂപ്പ് ഹോൾസും ഇതിലുണ്ട്. Fifth one, only a few enroll as members in professional society and non-members cannot be compelled. അതായത് പ്രൊഫഷണൽ സൊസൈറ്റിയിൽ കുറച്ച് പേര് മാത്രമേ എൻറോൾ ചെയ്തിട്ടുള്ളൂ. നോൺ മെമ്പേഴ്സ് കനോട്ട് ബി കമ്പൽഡ്. മറ്റ് മെമ്പേഴ്സിനെ കമ്പൽ ചെയ്യാനായിട്ട് ഇതിൽ സാധിക്കുന്നില്ല. ദെൻ ഈവൻ ആസ് മെമ്പേഴ്സ് ഓഫ് ദി പ്രൊഫഷണൽ സൊസൈറ്റി മെനി ആർ അൺഅവെയർ ഓഫ് കോഡ്സ്. നമ്മുടെ ഈ പ്രൊഫഷണൽ സൊസൈറ്റിയിൽ ഒരുപാട് പേര് ഈ കോഡ്സിനെ അവെയർ അല്ല. സെവൻത്ത് വൺ, ഡിഫറെൻറ്റ് സൊസൈറ്റീസ് ഹാവ് ഡിഫറെൻറ്റ് കോഡ്സ്. ഓരോ സൊസൈറ്റിക്കും ഓരോ കോഡ്സുകളാണ്. സോ ഇതൊരു യൂണിഫോം ആയിട്ടുള്ള കോഡല്ല. ദെൻ കോഡ്സ് ആർ സെഡ് ടു ബി കൊറസീവ്. ദേ ആർ സംടൈംസ് ക്ലെയിം ടു ബി ട്രീറ്റനിങ് ആൻഡ് ഫോഴ്സ്ഫുൾ. അതായത് ചില സമയത്ത് ഇത് നമ്മളെ ഫോഴ്സ്ഫുൾ ചെയ്യുന്ന അല്ലെങ്കിൽ ട്രീറ്റനിങ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് പ്ലാഗറിസം. അതായത് പ്ലാഗറിസം മീൻസ് അതായത് നമ്മൾ മറ്റുള്ളവരുടെ ഒരുപാട് അതായത് പ്ലാഗറിസം എന്ന് പറഞ്ഞാൽ കോപ്പിങ് ഓഫ് വേർഡ്സ് ആൻഡ് ഐഡിയാസ് ഓഫ് അതേഴ്സ്. മറ്റൊരാളുടെ ഐഡിയാസിനെ കോപ്പി അവരുടെ ഐഡിയാസ് അല്ലെങ്കിൽ വേർഡ്സിനെ കോപ്പി ചെയ്യുന്നതിനെയാണ് പ്ലാഗറിസം എന്ന് പറയുന്നത്. അതായത് ഡിസോണസ്റ്റി ഇൻ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്. അതായത് നമ്മൾ ഹോണസ്റ്റ് അല്ലാതെ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിൽ നമ്മൾ ഒരുപാട് ബിഹേവ് ചെയ്യാറുണ്ട്. അതിന് മൂന്നായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തത്. ഫോൾസിഫിക്കേഷൻ ഓഫ് ഡാറ്റ, ഫാബ്രിക്കേഷൻ ഓഫ് ഡാറ്റ ആൻഡ് പ്ലാഗറിസം. ഫോൾസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മളൊരു ലാബിലൊരു എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ട് നമുക്ക് 3 വാല്യൂസാണ് വേണ്ടത്. അപ്പോൾ ആ 3 വാല്യൂസ് അല്ലെങ്കിൽ 3ൽ കൂടുതൽ വാല്യൂസസ് വേണം. സോ നമ്മൾ എന്ത് ചെയ്യും, കിട്ടുന്ന വാല്യൂസ് എല്ലാം കറക്റ്റ് ആയിരുന്നില്ല എന്ന് വിചാരിച്ചു. ഇപ്പോൾ നിങ്ങൾക്കെല്ലാം ഒരു 25ൻ്റെ അടുത്തുള്ള വാല്യൂസാണ് വേണ്ടത്. പക്ഷേ ചിലത് നിങ്ങൾക്ക് ചെയ്തപ്പോൾ 15ഓ അല്ലെങ്കിൽ 30ഓ ഒക്കെ കിട്ടിപ്പോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സാധാരണ എന്ത് ചെയ്യും, ആ കിട്ടിയ വാല്യൂസൊക്കെ നമ്മൾ മാറ്റി അങ്ങ് എഴുതും അല്ലേ. അല്ലാന്നുണ്ടെങ്കിൽ മാറ്റി എഴുതും, അല്ലെങ്കിൽ ആ കിട്ടിയ വാല്യൂസൊക്കെ നമ്മൾ
ഒമിറ്റ് ചെയ്ത് കളയും, വേണ്ട മാറ്റം കളയും. അതിനെയാണ് falsification of data എന്ന് പറയുന്നത്. അതായത് involves distorting data by smoothing out irregularities or presenting only those data which fit one's forward theory and discharge the rest. ആ തിയറിയുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത എക്സ്പെരിമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂസസ് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ള വാല്യൂസൊക്കെ ഡിസ്ചാർജ് ചെയ്ത് അല്ലെങ്കിൽ മാച്ച് കളയുന്നതിനെ അല്ലെങ്കിൽ ഉപേക്ഷിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് falsification എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഫാബ്രിക്കേഷൻ. ഫാബ്രിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാത്തൊരു എക്സ്പെരിമെൻറ്റിൻ്റെ ഡാറ്റ നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്യുന്നു, അതായത് സ്വന്തമായി ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു. അതിനെയാണ് ഫാബ്രിക്കേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. ഫാബ്രിക്കേഷൻ ഇൻവോൾവ്സ് ഇൻവെൻറ്റിംഗ് ഡാറ്റ, അതായത് കണ്ടുപിടിക്കുകയാണ് നമ്മൾ. ഇൻവെൻറ്റിംഗ് ഡാറ്റ ആൻഡ് ഈവൻ റിപ്പോർട്ടിംഗ് റിസൾട്ട്സ് ഓഫ് എക്സ്പെരിമെൻറ്റ് ദാറ്റ് വർ നെവർ കണ്ടക്ട്. ഒരിക്കലും കണ്ടക്ട് ചെയ്യാത്തൊരു എക്സ്പെരിമെൻറ്റിൻ്റെ റിപ്പോർട്ടിംഗ് റിസൾട്ടോ അല്ലെങ്കിൽ ഇൻവെൻറ്റിംഗ് ഡാറ്റേനെയാണ് നമ്മൾ falsification എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് പ്ലാഗറിസം. പ്ലാഗറിസം ഇസ് റിയലി എ ടൈപ്പ് ഓഫ് തെഫ്റ്റ്. Plagiarism is the use of intellectual property of others without proper permission or credit. It takes many different forms. അതായത് നമ്മൾ മറ്റൊരു വ്യക്തിയുടെ അനുവാദമില്ലാതെ ആ വ്യക്തിയുടെ ഐഡിയകളെയോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വേർഡുകളെയൊക്കെ കോപ്പി ചെയ്യുക അല്ലെങ്കിൽ കട്ടെടുക്കുന്നതിനെയാണ് പ്ലാഗറിസം എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒരു സെമിനാറിൻ്റെ റിപ്പോർട്ട് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഒരുപാട് ജേർണൽസുകളിൽ നിന്ന് റെഫർ ചെയ്യും. പക്ഷേ എന്ത് ചെയ്യും, നിങ്ങൾ ആ സെമിനാർ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ആ ഏതെങ്കിലും ഒരു ജേർണലായിരിക്കും ചിലപ്പോൾ റെഫർ ചെയ്യുക. ആ ജേർണൽ അങ്ങനെ തന്നെ കോപ്പി ചെയ്ത് വയ്ക്കും. അങ്ങനെ കോപ്പി ചെയ്ത് വയ്ക്കുമ്പോൾ എന്തുണ്ടാവുന്നുണ്ട്, നിങ്ങൾ ആ വ്യക്തിയുടെ ഡാറ്റാസ് അല്ലെങ്കിൽ വേർഡ്സ് ഫുള്ള് നിങ്ങളുടേതാണെന്നുള്ള രീതിയിൽ അത് കോപ്പി ചെയ്ത് വെച്ചേക്കാണ്. അതിന് മോഷണം എന്നാണ് പറയുന്നത്. നിങ്ങൾ കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്യുക അല്ലെങ്കിൽ കറക്റ്റായിട്ട് സൈറ്റ് ചെയ്യുക, അത് ആ വ്യക്തിയിൽ നിന്നാണ് ഞാൻ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്ലാഗറിസം ആവുന്നില്ല. അല്ലാതെ സ്വന്തമായിട്ട് ഞാനാണ് ഇതെല്ലാം കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ഞാനാണ് ഇതെല്ലാം ഈ വേർഡെല്ലാം എഴുതുന്നത് എന്ന് പറഞ്ഞാൽ അതിനെ പ്ലാഗറിസം എന്ന് പറയുന്നു. ഡ്രോയിങ് ദ ലൈൻ ബിറ്റ്വീൻ legitimate and illegitimate use of the intellectual property of the others often difficult, and the method of line drawing is useful in helping us discriminate between the two. Some cases are undeniable examples of plagiarism, such as when the extended passages involving the exact words of the data of another are used without proper permission or attribution. നമ്മൾ ആളുടെ പെർമിഷനും അട്രിബ്യൂഷനും ഇല്ലാതെ കറക്റ്റായിട്ട് അങ്ങനെ തന്നെ കോപ്പി ചെയ്ത് വെക്കുന്നത്. On the other side of the spectrum, the quotation of the short statements by others with proper attribution is clearly permissible. അതായത് മറ്റൊരു വ്യക്തിയുടെ അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി അട്രിബ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്തുകൊണ്ട് തന്നെ അത് ക്ലിയർലി പെർമിസിബിൾ ആണ്. ഇനി ഈ പ്ലാഗറിസം നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആരും കണ്ടുപിടിക്കില്ല എന്നൊന്നുമല്ല. നമുക്കത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരുപാട് സോഫ്റ്റ്വെയർ, ഇപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് കോപ്പി ചെയ്തത്, ഏത് ജേർണലിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് സൈറ്റിൽ നിന്നാണ് നമ്മളിത് കോപ്പി ചെയ്തെടുത്തത് എന്നുള്ളത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് പ്ലാഗറിസം ചെക്കേഴ്സ് അല്ലെങ്കിൽ പ്ലാഗറിസം ചെക്കിംഗ് സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ യൂണിചെക്ക്, ഗ്രാമർലി, ക്യൂടെക്സ്റ്റ്, സ്ക്രിബ്ബർ, പ്ലാഗ് സ്കാൻ, പ്ലാഗ്രാം, ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു തിയറി ഇങ്ങനെ ഏതെങ്കിലും ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ആ സോഫ്റ്റ്വെയർക്ക് ഇട്ട് കൊടുത്താൽ എവിടെ നിന്നൊക്കെയാണ് ഏതൊക്കെ സെൻറ്റൻസാണ് നമ്മൾ കോപ്പി ചെയ്തെടുത്തതെന്നുള്ളത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് ടോപ്പിക്, എ ബാലൻസ്ഡ് ഔട്ട്ലുക്ക് ഓൺ ലോ. The balanced outlook on law in engineering practice stresses the necessity of laws and regulations and also their limitations in directing and controlling the engineering practice. Laws are necessary because peoples are not fully responsible by themselves and because of the competitive nature of free enterprise which does not encourage moral initiatives. Laws are needed to provide a minimum level of കംപ്ലയിൻസ്. അതായത് നമുക്ക് ലോസസ് ഇല്ല എന്നുണ്ടെങ്കിൽ അതായത് എല്ലാവരും ഫുള്ളി റെസ്പോൺസിബിൾ ആയിരിക്കില്ല. കാരണം ഇത്തരത്തിലുള്ള ഒരു കോമ്പറ്റീറ്റീവ് വേൾഡിൽ നമ്മൾ ജീവിക്കുമ്പോൾ ലോസസിന് ഒരു ലോ കൂടിയേ തീരൂ. ലോസസ് ഇല്ലാതെ അതായത് നിയമങ്ങളില്ലാതെ നമുക്ക് എല്ലാവരും ഫുള്ളി റെസ്പോൺസിബിൾ ആയിട്ട് ഇവിടെ ഒരിക്കലും പോസിബിൾ അല്ല. നമുക്ക് ലോസസ് വേണം. എല്ലാവരും എത്തിക്കലായിട്ട് തന്നെ ജീവിക്കും അല്ലെങ്കിൽ മോറലി ജീവിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ ഒരുപാട് പേര് ഇപ്പോഴും മോറലി അല്ലെങ്കിൽ എത്തിക്കലി ജീവിക്കുന്നത് ഈ ലോസസിൻ്റെ അതായത് ലോകളോടുള്ള പേടി കൊണ്ടാണ്. അപ്പോൾ ഈ ലോസസ് നമുക്ക്
ഉണ്ടായേ തീരൂ. Proper roles of laws. Good laws, when enforced effectively, produces benefits. They establish minimal standards of professional conduct and provide a motivation to the people. അതായത് ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ, അതായത് ഒരുപാട് പേരെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട്, അതായത് പ്രൊഫഷണൽ മിനിമൽ സ്റ്റാൻഡേർഡ്സിൽ പ്രൊഫഷണൽ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ത് ലോസ്. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള പ്രോപ്പർ റോൾസ് എന്താണെന്നുള്ളത് അവിടെ കുറച്ച് പോയിൻറ്റ്സ് 5 പോയിൻറ്റ്സ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, the rules which govern engineering practice should be construed of as a responsible experimentation rather than rules of a game. This makes the engineer responsible for the safe conduct of the experiment. ഇപ്പോൾ നമ്മൾ പറഞ്ഞു എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഒരു ആസ് എ എക്സ്പെരിമെൻറ്റേഷൻ ആണ് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് മറ്റുള്ളവരുടെ ലൈഫിനെ സ്പോയിൽ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ലൈഫ് നശിപ്പിക്കുന്ന രീതിയിൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ സേഫായിട്ടല്ല. അതിപ്പോൾ നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്, അതും ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ ആ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നത് സേഫ്ലി അല്ല, അതായത് ബിൽഡിങ്ങിൽ ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ലൈഫൊക്കെ സേഫ്റ്റി ആയിട്ട് നോക്കാന്നുള്ളത് ഒരു എഞ്ചിനീയറിൻ്റെ റെസ്പോൺസിബിൾ ആവുന്നത് ഈ ലോസസിൻ്റെ ഒരു റോൾ കൊണ്ടാണ്. അങ്ങനെ ഒരു റോൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ എക്സ്പെരിമെൻറ്റ് ഏത് രീതിയിൽ വേണമെങ്കിൽ, സേഫ് അല്ലാത്ത രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുന്നത്, സേഫ്റ്റി കൂടെ കൺസിഡർ ചെയ്യുന്നത് ഈ പ്രോപ്പർ ആയിട്ടുള്ള ലോയുടെ ഒരു റോൾ കൊണ്ടാണ്. സെക്കൻഡ് വൺ, precise rules and sanctions are suitable in the case of ethical misconduct that involves the violation of established engineering procedures which are aimed at the safety and the welfare of the public. സെയിം നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എത്തിക്കൽ മിസ്കണ്ടക്ട്സ്, ദ പ്രിസൈസ് റൂൾസ് ആൻഡ് സാങ്ഷൻസ്, പ്രിസൈസ് ആയിട്ടുള്ള റൂൾസും സാങ്ഷൻസും. ഇപ്പോൾ നമുക്ക് പലതിനും സാങ്ഷൻസ് മേടിക്കേണ്ട ആവശ്യമുണ്ടല്ലേ. അപ്പോൾ ആ സാങ്ഷൻസ് ഇൻ ദ കേസ് ഓഫ് എത്തിക്കൽ മിസ്കണ്ടക്ട് ദാറ്റ് ഇൻവോൾവ്സ് ദി വയലേഷൻ ഓഫ് എസ്റ്റാബ്ലിഷ്ഡ് എഞ്ചിനീയറിംഗ് പ്രൊസീജിയേഴ്സ്, അതായത് വയലേഷൻ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് സേഫ്റ്റി ആൻഡ് വെൽഫെയർ, പബ്ലിക്കിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഈ ലോസുകൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നത്. തേർഡ് വൺ, ഇൻ സിറ്റുവേഷൻ വേർ ദ എക്സ്പെരിമെൻറ്റേഷൻ ഈസ് ലാർജ് ആൻഡ് ടൈം കൺസ്യൂമിങ്, ദ റൂൾസ് മസ്റ്റ് നോട്ട് ട്രൈ ടു കവർ ഓൾ പോസിബിൾ ഔട്ട്കംസ് ആൻഡ് ദേ ഷുഡ് നോട്ട് compel the engineers to follow rigid courses of action. അതായത് ഇപ്പോൾ നമ്മുടെ എക്സ്പെരിമെൻറ്റ് വളരെ ലാർജും ഒരുപാട് ടൈം കൺസ്യൂം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് എല്ലാ റൂൾസും കവർ ചെയ്യാനായിട്ട് ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. ആൻഡ് ദേ ഷുഡ് നോട്ട് compel the engineers to follow rigid courses of action. Fourth one, the regulation should be broad but make engineers accountable for their decisions. അതായത് റെഗുലേഷൻസ് ഒരുപാടാണ്, പക്ഷേ ഡിസിഷൻസ് അക്കൗണ്ടബിൾ ആക്കാനായിട്ട് ഈ ലോസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ത്രൂ ദെയർ പ്രൊഫഷണൽ സൊസൈറ്റീസ് the engineers can facilitate framing the rules, amend whenever necessary and enforce them, but without giving in for conflicts of interest. ഇൻട്രസ്റ്റിൻ്റെ പേര് ആരുടെയെങ്കിലും കോൺഫ്ലിക്റ്റ് ഇൻട്രസ്റ്റ് ഇല്ലാതെ നമുക്ക് കറക്റ്റായിട്ട്, അതായത് അമെൻഡ് വെൻ എവർ നെസസറി, ഫെസിലിറ്റേറ്റ് ഫ്രെയിമിങ് ദ റൂൾസ്, അതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് നമ്മൾക്ക് ഈ ലോസ് ഒരു റോള് വഹിക്കുന്നുണ്ട്. ദെൻ കേസ് സ്റ്റഡി, ദ ചാലഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള കേസ് സ്റ്റഡി ഈ പ്രൊഫഷണൽ എത്തിക്സ് റിലേറ്റഡ് ആയിട്ട് ഉള്ളൊരു കേസ് സ്റ്റഡിയാണ്. The orbiter of the Challenger had 3 main engineers fueled by liquid hydrogen. അതായത് 3 പേര് സ്പേസിലോട്ടുള്ള, അതായത് ഓർബിറ്റിലോട്ടുള്ള ചാലഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള മിഷൻ, അതാണ് the orbiter of the Challenger had 3 main engineers fueled by liquid hydrogen. The fuel was carried out in an external fuel tank which was jettisoned when empty. During liftoff, the main engineers fired for about 9 minutes, although initially the thrust was provided by the 2 booster rockets. These booster rockets are of the solid fuel type, each burning a 1,000,000-pound load of aluminum, potassium chloride and iron oxide. The casting of each booster rocket is about 150 feet long and 12 feet in diameter.
This consists of cylindrical segments that are assembled at the launch site. They are 4 field joints and they use seals consisting of pairs of O-rings made of vulcanized rubber. The O-rings work with a putty barrier made of zinc chromate. The engineers were employed with Rockwell International, Module3, and they worked for NASA. After many postponements, the launch of Challenger was set for morning of January 28, 1986. Alan J. McDonald was an engineer from Module3 and the director of Solid Rocket Booster Project. He was skeptic about the freezing temperature conditions forecasting for that morning, which was lower than the previous launch conditions. A teleconference between NASA engineering and MT engineers was arranged by Alan. Arnold Thompson and Roger Boyce-Jolly, the SEAL expert at MT, explained to the other engineers how to booster rocket walls would bulge upon launch and combustion gases can blow past the O-rings of the field joints. അതായത് ഇതിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ചാലഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റോക്കറ്റ് അതായത് ചാലഞ്ചർ എന്ന് പറഞ്ഞാൽ ഈ റോക്കറ്റ് നമ്മുടെ ഓർബിറ്റിൽ നിന്ന് അതായത് ലോഞ്ച് ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ എന്തായി പൊട്ടിത്തെറിച്ച് പോയി. അത് എന്തുകൊണ്ടാണെന്നുള്ള കേസ് സ്റ്റഡിയാണ് ഇവിടെ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് ഓഫ് പറഞ്ഞേക്കുന്നത് ഇത് അതിൻ്റെ സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത് അതിൻ്റെ സൈസാണ് 150 ഫീറ്റ് ലോങ്ങും 12 ഫീറ്റ് ഇൻ ഡയമീറ്റർ ആയിട്ടുള്ള ബൂസ്റ്റർ റോക്കറ്റ്, അതായത് 2 ഇതുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഫിഗറിൽ കാണിക്കുന്ന മാതിരി ബൂസ്റ്റർ റോക്കറ്റും ഉണ്ട്, അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഫ്യൂൽ ടാങ്കുള്ള റോക്കറ്റ്. അപ്പോൾ അതിലെ മെയിൻ എൻജിൻ അവിടെയാണ് എന്തുണ്ടായത്, ബൾജിങ് ആയത്. അതായത് ഇതിൽ പറയുന്നുണ്ട് എക്സ്റ്റേണൽ ഫ്യൂൽ ടാങ്ക് വിച്ച് വാസ് ജസ്റ്റേഷൻ വിത്ത് എംടി ഡ്യൂറിങ് ലിഫ്റ്റ് ഓഫ് ദ മെയിൻ എൻജിൻ ഫയർ ഫോർ അബൌട്ട് 9 മിനിറ്റ്സ്. അതായത് 9 മിനിറ്റിനുള്ളിൽ ഈ ബ്ലാക്കിൽ കാണിച്ചിരിക്കുന്ന മെയിൻ എൻജിൻ പൊട്ടിത്തെറിച്ചിട്ടാണ് ആ റോക്കറ്റ് 9 മിനിറ്റ്സിൽ ഡിസ്ട്രോയ് ആയി പോയത്, അല്ലെങ്കിൽ അതിലുള്ള എല്ലാവരും മരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ ഇതിന് 2 ബൂസ്റ്റർ റോക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബൂസ്റ്റർ റോക്കറ്റിൻ്റെ സൈസാണ് 150 ഫീറ്റ് ആൻഡ് 12-15 ഡയമീറ്റർ. ഇത് കൺസിസ്റ്റിംഗ് ഓഫ് സിലിണ്ടറിക്കൽ സെഗ്മെൻറ്റ് ദാറ്റ് അസംബിൾഡ് അറ്റ് ലോഞ്ച് സൈറ്റിലാണ് അത് അസംബിൾ ചെയ്തത്. പിന്നെ തേർഡ് പാരഗ്രാഫിൽ ആരൊക്കെയായിരുന്നു അതിലുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ he was അതിൽ the engineers were employed with Rockwell International, Module3, and they worked for NASA. After many postponements, the launch of Challenger was set. അതായത് January 28, 1986 ഈ ചാലഞ്ചർ ലോഞ്ച് ഉണ്ടായത്. Director of the Solid Boost Project, he was skeptic about the freezing temperature conditions forecast for the morning, which was lower than the previous launch condition. അതായത് അതിൻ്റെ ഫ്രീസിങ് ടെമ്പറേച്ചർ കണ്ടീഷൻസ് ഫോർകാസ്റ്റ് ചെയ്തത് എന്തായിരുന്നു, ലോഞ്ച് കണ്ടീഷൻസിനേക്കാളും ലോവർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്തുണ്ടായി, ബൂസ്റ്റർ റോക്കറ്റ് വാസ് bulge upon the launch and combustion gases can blow past the O-rings of the field joints. അങ്ങനെയാണ് ഇത് ഫയർ ചെയ്ത് പൊട്ടിത്തെറിച്ചത്. അതിൻ്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓൺ മെനി ഓഫ് ദി ഇതാണ് ആ പ്രൊജക്റ്റ്. ഓൺ മെനി ഓഫ് ദി പ്രീവിയസ് ഫ്ലൈറ്റ്സ് ദ റിങ്സ് ഹാവ് ബീൻ ഫൗണ്ട് ടു ഹാവ് ചാർഡ് ആൻഡ് എറോഡഡ്. അതായത് ഒരുപാട് ഇതിൽ നമ്മൾ എറോഡഡ് ഒക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. ഇൻ ഫ്രീസിങ് ടെമ്പറേച്ചർ ദ റിങ്സ് ആൻഡ് ദ പുട്ടി പാക്കിംഗ് ആർ ലെസ് pliable from the past data gathered at temperature less than 65 Fahrenheit, or the rings failure was certain. But these data were not deliberated at the conference as the launch time was fast approaching. അതായത് നമ്മൾ അവർ പെട്ടെന്ന് ഫാസ്റ്റ് അപ്രോച്ചിങ് ആയതുകൊണ്ട് തന്നെ ആ 65 ടെമ്പറേച്ചർ ലെസ് ദാൻ 65 ആയിരിക്കണം എന്നുള്ളത്
ഇവർ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. ദ എഞ്ചിനീയറിംഗ് മാനേജേഴ്സ് ബോംബ് ലോണ്ട് ആൻഡ് ജോ ക്ലിംസ്റ്റൻസ് എഗ്രീഡ് ദാറ്റ് ദർ വാസ് എ സേഫ്റ്റി പ്രോബ്ലം. അതായത് സേഫ്റ്റി പ്രോബ്ലം കൊണ്ടാണ് എന്തുണ്ടായത്, ഇത് ഈ പൊട്ടിത്തെറിക്കലുണ്ടായിരുന്നത്. അതിൻ്റെ കറക്റ്റായിട്ട് 11:38 AM rocket along with Challenger rose up the sky. The cameras recorded smoke coming out of one of the field joints of the right booster rocket. Soon there was a flame that hit the external fuel tank. At 76 seconds into the flight, the Challenger at the height of 10 miles was totally engulfed in the fireball. The crew cabin fell into the ocean, killing all the 7 aboard. അതായത് ഓഷ്യൻ്റെ മുകളിൽ വെച്ചിട്ട് എന്തുണ്ടായി, അത് മൊത്തത്തിൽ നിലത്തേക്ക് വീണ് അതിനുണ്ടായിരുന്ന എല്ലാവരും എന്തായി, മരിച്ചുപോയി. അതാണ് അതിൽ പറയുന്നത്. അതായത് സേഫ്റ്റി പ്രോബ്ലം ആയിരുന്നു. പെട്ടെന്നുള്ള ഫാസ്റ്റായിട്ടുള്ള ലോഞ്ചിങ്ങിൻ്റെ ധൃതിയിൽ അവരതിൻ്റെ സേഫ്റ്റി മെഷേഴ്സ് എടുക്കാനായിട്ട് എന്ത് ചെയ്തു, മറന്നുപോയി, മീൻസ് വിട്ടുപോയി. ഇനി മോറൽ ആൻഡ് നോമിനേറ്റീവ് ഇഷ്യൂസ്. എന്താണ് മോറൽ ആൻഡ് നോമിനേറ്റീവ് ഇഷ്യൂസ്? അതായത് ദ ക്രൂ ഹാഡ് നോ എസ്കേപ്പ് മെക്കാനിസം. അതായത് അവർക്ക് എസ്കേപ്പ് ചെയ്യാനുള്ള, അവിടെ ഫയർ പിടിച്ചു എന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള മെക്കാനിസംസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ, ദ ക്രൂ വെർ നോട്ട് ഇൻഫോംഡ് ദ പ്രോബ്ലംസ് എക്സിസ്റ്റിംഗ് ദ ഫീൽഡ് ജോയിൻറ്റ്സ്. അതായത് ആ എക്സിസ്റ്റിംഗ് ഫീൽഡ് ജോയിൻറ്റ്സിലുണ്ടായിരുന്ന പ്രോബ്ലംസ് അതിലുണ്ടായിരുന്ന ക്രൂവിനെ എന്ത് ചെയ്തില്ല, ഇൻഫോം ചെയ്തിരുന്നില്ല. അത് മര്യാദയ്ക്ക് ഫോളോ ചെയ്യാത്തത് സെക്കൻഡ് പ്രോബ്ലം. തേർഡ് വൺ, എഞ്ചിനീയേഴ്സ് ഗേവ് വാർണിംഗ് സിഗ്നൽസ് ഓൺ സേഫ്റ്റി ബട്ട് ദ മാനേജ്മെൻറ്റ് ഇഗ്നോർഡ് ദ വാർണിംഗ്. അവർക്ക് വാർണിംഗ് കൊടുക്കണമായിരുന്നു, പക്ഷേ മാനേജ്മെൻറ്റ് എന്ത് ചെയ്തു, ആ വാർണിംഗ് കൊടുക്കുന്നത് ഇഗ്നോർ ചെയ്തു. അതാണ് മോറൽ ആൻഡ് നോമിനേറ്റീവ് ഇഷ്യൂസസ്. സെക്കൻഡ് വൺ, കൺസെപ്ഷ്യൽ ഇഷ്യൂസസ് എന്ന് പറഞ്ഞാൽ നാസ കൗണ്ടഡ് ദ പ്രോബബിലിറ്റി ഓഫ് ദ ഫെയിലിയർ ഓഫ് ദി ക്രാഫ്റ്റ് വാസ് 1 in 1 lakh ലോഞ്ചസ്. അതായത് നാസ അതിൻ്റെ ഫെയിലിയേഴ്സ് പ്രോബബിലിറ്റി എടുത്തേക്കുന്നത് 1,00,000 ഒരെണ്ണെങ്ങാനെ ഫെയിൽ ആവും എന്നുള്ളതാണ്. അതാണ് കൺസെപ്ഷ്യൽ ഇഷ്യൂസസ് എന്ന് പറയുന്നത്. അങ്ങനെ പ്രോബബിലിറ്റി എടുക്കാനൊന്നും പറ്റില്ല. ദർ were 7 strictly 1 items which included the field joints. A failure in any one of them would have caused the tragedy. No backup or standby had been provided of for these. അതായത് ഇവിടെ എന്തെങ്കിലും ഒരെണ്ണത്തിന് ഫെയിലിയർ ഉണ്ടായാൽ സ്റ്റാൻഡ് ബൈ ആയിട്ട് വേറെ ഒന്നും തന്നെ ഇവർ കരുതിയിരുന്നില്ല. അതും കൺസെപ്ഷ്യൽ ഇഷ്യൂസ് ആണ്. ദെൻ ഫാക്ച്വൽ ഓർ ഡിസ്ക്രിപ്റ്റീവ് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഫീൽഡ് ജോയിൻറ്റ്സ് ഗേവ് വേ ഇൻ earlier flights but the authority felt the risk is not high. അതായത് ആ ഫീൽഡ് ജോയിൻറ്റ്സിൽ ഫെയിലിയർ ഉണ്ടെന്ന് അവർക്ക് അറിഞ്ഞിരുന്നു, പക്ഷെ അവരത് വലിയ സീരിയസ് ആയിട്ടൊന്നും എടുത്തിരുന്നില്ല. നാസ ഹാസ് ഡിസ്ക്രേഡഡ് വാർണിംഗ് അബൌട്ട് ദ ബാഡ് വെതർ അറ്റ് ദ ടൈം ഓഫ് ലോഞ്ച് ബിക്കോസ് ദേ വാണ്ടഡ് ടു കംപ്ലീറ്റ് ദ പ്രൊജക്റ്റ്. അതായത് അവരത് വിചാരിച്ചിരുന്നത് ഈ എന്താണ് വെതറിൻ്റെ വെതർ വാർണിംഗ് ഒന്നും ഇവർ കാര്യമായിട്ട് എടുത്തില്ല. അവർക്ക് ലോഞ്ചിങ് ആയിരുന്നു മെയിനായിട്ട് ഇവർ നോക്കിയിരുന്നത്. സോ അപ്പോൾ എന്തുണ്ടായി, ഈ 9 പേര് മരിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. തേർഡ് വൺ, ദ ഇനബിലിറ്റി ഓഫ് ദ റോക്ക്വെൽ എഞ്ചിനീയേഴ്സ് ടു പ്രൂവ് ദാറ്റ് ലിഫ്റ്റ് ഓഫ് വാസ് അൺസേഫ്. അതായത് ദിസ് വാസ് ഇൻറ്ററപ്റ്റഡ് ബൈ നാസ ആസ് എൻ അപ്രൂവൽ ഓഫ് റോക്ക്വെൽ ടു ലോഞ്ച്. അതായത് ലിഫ്റ്റ് ഓഫ് വാസ് അൺസേഫ് ആണെന്ന് അത് പ്രൂവ് ചെയ്തില്ല. അതിൻ്റെ ഇനബിലിറ്റി അവരത് ചെയ്യാതിരുന്നത് കൊണ്ട് ലിഫ്റ്റ് ഓഫ് അൺസേഫ് ആണെന്നുള്ളത് അവർ പറഞ്ഞില്ല. പ്രൂവ് ആയിരുന്നു, അവരത് പറയാതിരുന്നതും ഈ ഒരു ചാലഞ്ചറിൻ്റെ എന്താ പറയുക, പൊട്ടിത്തെറിക്കുള്ള സാധ്യത, അതായത് പൊട്ടിത്തെറിക്കാനായിട്ട് സാഹചര്യം ഒരുക്കി. ഓക്കെ, നമ്മുടെ ഇനി നെക്സ്റ്റ് വണ്ണാണ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. അത് നിങ്ങൾക്ക് അസൈൻമെൻറ്റ് തന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ മോറൽ ആൻഡ് നോമിനേറ്റീവ് ഇഷ്യൂസും അതേപോലെ കൺസെപ്ഷ്യൽ ഇഷ്യൂസസ്, ഫാക്ച്വൽ ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ഇഷ്യൂസസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ അസൈൻമെൻറ്റിൽ എഴുതിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, താങ്ക് യു.